കർഷക ദിനം കൂടിയാണ്. നമ്മുടെ നാട്ടിലും വീട്ടിലും സ്കൂളിലുമുള്ള കർഷകരെ നാം ഇന്ന് ആദരിക്കുന്ന സുദിനം. ഈ ദിനത്തിന്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മികച്ച കർഷകൻ ശ്രീ അലക്സ് വർഗീസിനെയും പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചറിനെയും PTA പ്രതിനിധി ജയനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടിയോടുകൂടി നമുക്ക് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന അലക്സ് വർഗീസ് ചേട്ടന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ചിങ്ങോന്ന് കർഷക ദിനമായിരുന്നു. നമുക്ക് അവധിയായിരുന്നു, അന്ന് നടത്താൻ പറ്റിയില്ല. നമ്മളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തത് 6A പഠിക്കുന്ന കെവിന്റെ പപ്പയാണ് അലക്സ് വർഗീസ്. സാറിന്റെ KCBയിൽ ജോലിയുണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. സാറിന്റെ വീഡിയോകളെല്ലാം കണ്ടിരുന്നു. ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത്രയധികം കൃഷികൾ ചെയ്യുമെന്നുള്ളത് വിചാരിച്ചില്ല. ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ നമ്മുടെ കുക്കുംബർ, ഇതൊക്കെ ഇഷ്ടംപോലെയാണ് സാറിൻ്റെ പറമ്പിലുള്ളത്. നമുക്കൊരു ദിവസം പറ്റുമെങ്കിൽ അവിടെ വരെ പോയി ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സാറിന് ഇനിയും, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് കാട്ടാനകളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കണില്ലെന്നാണ് സാറ് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജോലി ഉണ്ടെങ്കിലും അതിനിടയിൽ സമയം കണ്ടെത്തി കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും, നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുട്ടികളായ എല്ലാവർക്കും ഒരു സമയം കണ്ടെത്തി നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു മാതൃകയാണ് സാറ്. സാറിന് ഈ രംഗത്തെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. 2 വർഷവും അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ യുവ കർഷകനുള്ള അവാർഡ് മേടിച്ചതാണ്. പുതിയ രീതിയിലുള്ള കൃഷി രീതികളാണ് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കർഷകർ ഈ മേഖലയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിലൊരു പ്രതിസന്ധിയാണ് മലയോര കർഷകർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആന, കാട്ടുപന്നി, മയില്, അങ്ങനെ കൃഷിയെ ഏത് വിധേനയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ നിന്നൊന്നും രക്ഷ നേടാനായിട്ട് കർഷകന് ഇപ്പോൾ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. കുറച്ച് സമയം കണ്ടെത്തിയാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കുഞ്ഞുമക്കൾ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പാഴ്വസ്തുവായിട്ട് നമ്മൾ കാണുന്ന പെയിന്റ് ബക്കറ്റുകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ നിറച്ച് വീട്ടിലേക്ക് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പച്ചമുളക്, അതുപോലെയുള്ള ഇഞ്ചി, ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. വിഷരഹിത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ള ഒരു രീതിയും കൂടി നമ്മൾ പിന്തുടരണം. നമ്മൾ വിപണിയിൽ നിന്നും മേടിക്കുന്നത് എപ്പോഴും കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നവർ ഒരിക്കലും ജൈവം കീപ്പ് ചെയ്യില്ല. കാരണം ജൈവം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിളവ് ലഭിക്കില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷരഹിതമാകണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കും. അത് നമ്മുടെ വീടുകളിൽ നടത്താൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുകളിലും എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിൽ ചെയ്താൽ അത് ഒരു പ്രചോദനമാകും കുട്ടികൾക്ക്. അപ്പോൾ ആ രീതിയിലൊക്കെ പിന്തുടരുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ഉള്ളത്. നിരകളാടും ഒരു ഹരിത ചാരുതീരം.
തീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ കുടുംബത്തിൽ നിന്നും വളർന്നു വരുന്ന ബെന്യാമിൻ തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുക ഏറെ സന്തോഷത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കൊപ്പം തന്നെ പറമ്പിലെ കൃഷിയിടത്തിലും സദാ മാതാപിതാക്കൾക്കൊപ്പം വ്യാപൃതനാണ് ബെന്യാമിൻ. തൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തൻ്റെ പറമ്പിൽ നിന്നും കൃഷി ചെയ്തെടുക്കുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നു. എന്നും സ്കൂൾ വിട്ടൽ വന്നാലുടനെ തന്നെ പറമ്പിലൂടെ നടന്ന് അവയോട് സംസാരിച്ചിട്ടാണ് വീട്ടിലെത്താറുള്ളത്. പക്ഷിമൃഗാദികൾക്കെല്ലാം തന്നെ ബെന്യാമിനെ ഒത്തിരി ഇഷ്ടമാണ്. അവയോട് കുശലം പറഞ്ഞും അവയ്ക്ക് ഭക്ഷണം നൽകിയും അവൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപറയോ പെണ്ണാളു കൊയ്തുവരും കച്ച നിറ പൊലിയാൻ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തുടിതാള കൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്
നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം വന്നതു കണ്ടാളേ നിലമൊരുക്കിയതോനാണേ വെയിലു വന്നേ പാടം തെളിഞ്ഞേ കതിരു നന്നേ കാണണേ